പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങൾ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ ദൈവതിരുസന്നിധിയിൽ നിന്ന് വിട്ടു പോകരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം കർത്താവിൻ്റെ കയ്യിൽ എല്ലാത്തിനും പോകുമ്പോഴുണ്ട്. തൽക്കാലം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ആ ഉടമ്പടി, ഇതാണ് ആ കർത്താവ്, ഇങ്ങനെയാണ് എന്നോട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അല്പവിശ്വാസിയെ പോലെ പിന്തിരിയരുത്. ശരണത്തോടെ നിൽക്കണം കർത്താവിൻ്റെ കയ്യിൽ. ഇത് നോക്കി, ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് രാത്രി കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ചെയ്യുന്ന ഓർത്തില്ലെന്ന്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണല്ലോ. ഇങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കണമല്ല ദൈവം ചെയ്യണത്, അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ദൈവ തിരുസ്ഥനെ നിൽക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കണം. സ്റ്റാൻഡ് ചെയ്താണ് കറക്റ്റ് കാര്യം. സ്റ്റാൻഡ് എന്നാ പറഞ്ഞത്, 1 കൊല്ലമായി 4 കൊല്ലമായിട്ട് മക്കളില്ല, 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട്, എന്നാലും എനിക്ക് പരാതിയില്ല. അട്ടടയന്മാർ രാത്രി വന്ന് കണ്ടപ്പോഴേ ആളിന് ഇത്തിരി വിഷമമുണ്ട്. എന്താ കാര്യം? വീട്ടുകാർ സ്വന്തപ്പെട്ടവരല്ലേ പെറ്റതറിയാൻ വരേണ്ടത്. ഒരു പരിചയമില്ലാത്ത കാട്ടാളന്മാർ വന്നിട്ട് എന്നാ കാണിക്കാനാ? അമ്മ കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് രാത്രി ആരാ വന്ന് കാണുന്നത്? ആട്ടിടയന്മാരാണ്. ആരാ വന്ന് കാണേണ്ടത്? യൂദയ ഗോത്രത്തിലുള്ള നല്ല കുടുംബ പാരമ്പര്യമുള്ള ആളാ. പക്ഷേ ആരും ഇല്ലല്ലോ ഒരു പാരമ്പര്യം പറഞ്ഞിട്ടും. ചുട്ടു തല്ലുമ്പോൾ കൊല്ലത്തെയും പോയിട്ട് അവരുടെ പിതാവ് മാതാവ് മാത്രം. ചുട്ടു തല്ലുമ്പോൾ ആരും ഉണ്ടാകത്തില്ല നമ്മുടെ കൂടെ, നമ്മൾ മാത്രമേ ഉണ്ടാവൂ. പിന്നെ ഒരാളുണ്ടാകും. ആരാണ്? നിന്റെ ദൈവം. കൈ ഇട്ടിച്ച് കിടന്നാണ് ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആട്ടിടയന്മാർ പോയപ്പോഴേ അമ്മ പറയണ വാക്കാണ്. എന്താണ്? യേശുവിൻ്റെ അമ്മ ആ കാഴ്ച കണ്ടിട്ട് ആരോരുമില്ലാതെ അപരിഷ്കൃതരും അപരിചിതരുമായ മനുഷ്യർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോൾ അമ്മ മനസ്സിൽ ഈശോയോട് പറയണ, അപ്പായോട് പറഞ്ഞ വാക്കാണ്. എന്താണ്? അപ്പാ പരാതിയില്ല, അപ്പാ പരാതിയില്ല എന്ന് പറഞ്ഞില്ലേ? അതിനാണ് പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ അമ്മ ആരോടും പരാതി പറയാതെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 2:19 അതാണ് ലുക്ക 2:19. അട്ടിടയന്മാർ പോയപ്പോൾ യേശുവിൻ്റെ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില സമയത്ത് ദൈവം പറയണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല, ദൈവം ചെയ്യണത് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് മനുഷ്യരാശിയോട് പറഞ്ഞ ആളാണിത്. പണ്ട് ഈശോ അമ്മയോട് ചോദിച്ചായിരുന്നേ, നിങ്ങൾ എന്താ എന്നെ അന്വേഷിച്ചത്? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, എനിക്ക് എൻ്റെ ജോലി എന്ന രീതിയിൽ ഇങ്ങനെ മുറിച്ച് സംസാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാര്യം എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണവനാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതാണ് സംഭവം. അർത്ഥം മുറിച്ച് സംസാരിക്കുകയല്ലേ? ദൈവം ചില സമയത്ത് സംസാരിക്കണത് അർത്ഥം മുറിച്ചായിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ലാതെ നമുക്കൊരു സാന്ത്വനം തരാതെ സംസാരിച്ച് കളയും. അലഞ്ഞു കെട്ടി ഉള്ള ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ കാശ് കൈലേസിൽ മുറുക്കി പിടിച്ചുകൊണ്ടാണ് ഇയാൾ അന്വേഷിക്കാൻ വേണ്ടി രണ്ടാമത് ചെല്ലണത് വീട്ടിലോട്ട്. ഒരു കാർപ്പൻ്റെ ജോലി ചെയ്തിട്ട് ഉളിയും കൊട്ടുവഴുത്തിൽ കാണിച്ചിട്ട് വേണം ആ 2-3 പേരുടെ കുടുംബം കഴിയാൻ. അതിന് മിച്ചം വെച്ചിട്ടാണ് പെരുന്നാളിന് പോണത്. പെരുന്നാളിന് തിരിച്ച് വന്നിട്ട് പിന്നെ പകുതി നടന്നതിന് ശേഷം പിന്നെയും തിരിച്ച് നടന്നു പോകുമ്പോൾ ഇനി ആരാണ് നാരങ്ങ വെള്ളത്തിന് കാശ് കൊടുക്കുന്നത്? അപ്പോഴാണ് അമ്മ ചോദിക്കണത്, ഈശോ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ ഈശോ അതിനുള്ള മറുപടിയാണ് പറയണത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. എന്താണ്? പിതാവിൻ്റെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിനേക്കാൾ പിതാവിൻ്റെ കാര്യത്തിന് പ്രാധാന്യം വരുമ്പോഴാണ് നിങ്ങൾ ചില സമയത്ത് വഴിയോരത്തായി പോണത്. ദൈവപൈതലെ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ നിൻ്റെയും എൻ്റെയും കാര്യത്തെക്കാളുപരി ദൈവകാര്യത്തിന് പ്രാധാന്യം വരുമ്പോൾ ഓർക്കുക, നിനക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കാലമായി എന്ന് കൈയടിച്ച് കർത്താവ് ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതാണ് ലൂക്ക 2:51. കർത്താവ് ചോദിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ
ഹൃദയത്തിലെ സംഗ്രഹിച്ചുവെന്ന്, പരാതിയില്ലെന്ന്. എൻ്റെ അർത്ഥം എന്താണ്? ഈശോ, നീ തന്നെയാണ് ഞങ്ങളോട് പറയാതെ ജെറുസലേം ദേവാലയത്തിൽ തങ്ങിയത്. ഞങ്ങൾ പാവത്തങ്ങൾ ഇതൊന്നും അറിയാതെ നീ ഉണ്ട്, ഔസേപ്പിതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാതാവിൻ്റെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഔസേപ്പിതാവ് നടന്ന് 2 ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേരുടെ കയ്യിലും ഇല്ലെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കണ്ണും തള്ളി ശരീരം വിറച്ച് തല്ലി കാശുമില്ലാതെ വീണ്ടും തെണ്ടിത്തിരിഞ്ഞ് ദേവാലയത്തിലെത്തിയപ്പോൾ നീ ഒരു സാന്ത്വന വാക്ക് പറഞ്ഞില്ലല്ലോ ഈശോ. ദൈവ പൈതലേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ചിലപ്പോൾ ഒരു സാന്ത്വന വാക്ക് പോലും കിട്ടത്തില്ല. അപ്പം നീ എന്ത് ചെയ്യണം എന്നാണ് അമ്മ നമ്മളോട് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴും പറയും ഈശോ, അങ്ങനെ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന് പറയും. യേശുവിൻ്റെ അമ്മ ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണം, നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴും യേശുവിൻ്റെ അമ്മ ഈശോനോട് പരാതി പറയത്തില്ല. എന്തു ചെയ്യും? അവൾ ഹൃദയത്തിൽ സംഗ്രഹിക്കും. ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പറയാതെ പറയുന്ന വാക്കെന്താണ്? കർത്താവേ, എന്ത് നീ പറഞ്ഞാലും എനിക്ക് പരാതിയില്ലെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശു സ്തുതിയുടെ ഹല്ലേലൂയ. ചിലരൊക്കെ എന്നെ വിളിച്ച് പറയവേ, നിങ്ങളുടെ ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയും ഇതിൻ്റെ സ്വരവും ബഹളവും ഒക്കെ ഒരു തരം എന്താണ് ആധ്യാത്മികതയിൽ ഒരു ഈട് കുറഞ്ഞ പരിപാടിയാണ്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്. ഏറ്റവും ഡെപ്തുള്ളത് മൗന പ്രാർത്ഥനയ്ക്കാണെന്ന്, സൈലൻസിനാണെന്ന്, സൈലൻസ് പ്രെയർ. ഞാനത് നിഷേധിക്കണില്ല. പക്ഷേ 2 തരം സൈലൻസ് ഉണ്ട്. പുല്ലുവായ എടുത്തിട്ട് ബൈബിൾ എടുത്തുകൊണ്ട് മിണ്ടാണ്ട് അരമണിക്കൂർ അമ്മിക്കല്ല് പോലെ ഇരിക്കണമല്ല പ്രാർത്ഥന. ആക്റ്റീവ് സൈലൻസ് ആൻഡ് പാസീവ് സൈലൻസ്. വി ആർ സെൽഡം സ്പീക്ക് അബൌട്ട് ദ ആക്റ്റീവ് സൈലൻസ്. എന്താണ് ആക്റ്റീവ് സൈലൻസ് എന്ന് പറഞ്ഞാൽ? എന്താ? മിണ്ടാണ്ട് മൗനമായിട്ട് വ്രതം എടുത്തിരിക്കണത് പാസീവ് സൈലൻസാണ്. അമ്മയുടേത് പാസീവ് സൈലൻസ് അല്ല. ഹൃദയത്തിൽ സംഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഹിതമാണ് നിറവേറുന്നതെന്ന് കാണുമ്പോൾ, ജീവിതത്തിൽ പ്രാതികൂല്യങ്ങൾ പെരുകി വരുമ്പോൾ ആ പ്രാതികൂല്യങ്ങളെക്കുറിച്ച് പെരുമാറാതെ അതാണ് ദൈവരാജ്യമെന്ന്, എന്നിൽ ദൈവരാജ്യമാണ് സംഭവിക്കണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പരാതിയില്ലാതെ നിന്റെ രാജ്യം വരണമെന്ന് പറയുന്നതാണ് ആക്റ്റീവ് സൈലൻസ്. അമ്മ ആക്റ്റീവ് സൈലൻസിന്റെ ആൾ രൂപമാണ്. കൈയടിച്ച് കർത്താവ് പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറേണമേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ ഇന്നും നിറവേറേണമേ. Praise the Lord. Hallelujah. Hallelujah. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. ശരീരത്തിൽ ചില ഭാഗങ്ങൾ തിണർത്ത് വരുന്നുണ്ട്. ഇങ്ങനെ വയലറ്റിലും ഇളം വയലറ്റിലും വയലറ്റ് കളറിലും വൃത്തത്തിൽ ഇങ്ങനെ എന്തോ ഒരു പാട്, എന്തോ ഒരു വ്രണത്തിൻ്റെ പാടുകളാണ്. ഒത്തിരി വ്രണമായിട്ടില്ല, പക്ഷെ ഒരു ചൊറിച്ചിലുള്ള ഒരു പാട്. ആ രോഗം എന്തായാലും കർത്താവ് ആ വ്യക്തിയെ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. Hallelujah. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ശ്വാസം എടുക്കുമ്പോൾ വേദന, കൈ പൊക്കുമ്പോൾ വേദന, നീര് വീണാണെന്നൊക്കെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നെങ്കിലും അതല്ല. വലത് കൈ പൊക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോൾ വേദനയുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
വർഷം കഴിയുമ്പോൾ കല്യാണമുള്ളവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ വിവാഹത്തിന് പണമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, വിവാഹത്തിന് കാര്യങ്ങൾ ഒത്തുവരാത്തവരെ, ഭൗതിക സാഹചര്യം പ്രതികൂലമായി നീങ്ങുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കരുണ മക്കളുടെ മേൽ ചൊരിയട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു സ്തോത്രം. യേശു സ്തോത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മൂക്കിൻ്റെ ഉള്ളിൽ, അതായത് നമ്മളുടെ കണ്ണിൻ്റെ, ഇടത് കണ്ണിൻ്റെ ഒരു വിരല്, ജസ്റ്റ് ഒരു വിരൽ വീതിക്ക് താഴെ അകത്ത് ഒരു പാടുണ്ട്. ചൊറി വരുന്ന പോലെ ഇരിക്കുന്ന എന്തോ ഒരു പാടാണ്. ചില സമയത്ത് കൈയൊന്ന് ഇട്ട് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നും, പക്ഷെ പറ്റത്തില്ല. അവിടെ വരെ കൈ വിരൽ എത്തത്തുമില്ല. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ കർത്താവേ, എനിക്ക് വചനങ്ങൾ തരണമേ കർത്താവേ. കർത്താവേ, വചനങ്ങൾ തരണമേ കർത്താവേ. രോഗസൗഖ്യ അങ്ങേ മക്കളെ അങ്ങ് സുഖപ്പെടുത്തണമേ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കിഡ്നി രോഗികളും നടുവേദനക്കാരും അടിവയറ്റിലും നടുവിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികൾ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളും വിശ്വാസ പ്രമാണം ചൊല്ലി സ്തുതിച്ചും പ്രാർത്ഥിക്കേണ്ടതാണ്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത് കരം കർത്താവേ, കിഡ്നി രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ സ്പർശിക്കണ കർത്താവേ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോൾ രോഗികളായ മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഈശോനോട് മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, പങ്ക്രിയാസ് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, പുസ്തക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിപൂർണമായി സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ. എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്ത ഈശോയെ നന്ദി പറയുന്നു. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെവിക്ക് കേൾവിക്കുറവുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ശ്വാസകോശ രോഗികൾ, ഹൃദയത്തിന് അസുഖമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ത്വക്ക് രോഗികൾ, വാതരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന അസ്ഥിരോഗികള്, വാതരോഗികള്, ഹൃദയസ്പർശികള്, ഹൃദയരോഗികളെ, വാൽവിന് വീക്കമുള്ളവര്, വാൽ ഇടുങ്ങിപ്പോയവര്, കരൾ രോഗികള്, ത്വക്ക് രോഗികള്, യേശുവിന്റെ നാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, വിശ്വാസത്തോടെ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദൈവം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. ദൈവം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായവൻ നൽകിടും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ബിസിനസ് തകർന്നു പോകുന്നവരെ, ഇപ്പോൾ കച്ചവടവും നടക്കാത്തവരെ, അതുകൊണ്ട് വരുമാനം മുട്ടിപ്പോയവരെ, വീടില്ലാത്തതിൻ്റെ പേരിൽ അപമാനവും അവഗണനയും ഒക്കെ അച്ഛൻ ആദ്യം പറഞ്ഞ പോലെ
ഒറ്റപ്പെടലൊക്കെ അനുഭവിക്കുന്നവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ. ആ മറിയാമ്മ വിൻസെൻ്റ് സഹോദരിയുടെ സാക്ഷ്യങ്ങൾ കേട്ടില്ലേ? എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം അവരെ സ്നേഹിച്ച് കൊണ്ടുപോയി ഒപ്പിട്ട് പ്രാർത്ഥിക്കുക. വളരെ സർക്കാസ്റ്റിക്കായിട്ടാണ് ചേച്ചി സാക്ഷ്യം അവതരിപ്പിച്ചത്. വളരെ ഹൃദ്യമായിട്ടുണ്ട്. പക്ഷേ അതല്ല, അവർ ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായിട്ട് കാണുന്ന സുവിശേഷത്തിൻ്റെ ഒരു അരൂപിയിലാണ് ആ വിഷയമെല്ലാം ചെയ്യണത്. ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങൾക്കും അടിക്കടി വിടുതൽ പ്രാപിച്ചുകൊണ്ട് ആ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, കർത്താവേ, വെള്ളമില്ലാത്തവര്, പലതരത്തിലുള്ള ഭൗതികമായ സാഹചര്യങ്ങളുടെ പരാധീനതയാൽ സമൂഹത്തിലെ അവഗണന അനുഭവിക്കുന്നവര്, ഞെരുങ്ങുന്നവര്, ജോലിയില്ലാത്തവര്, വരുമാനമാർഗമില്ലാത്തവര്, വരുമാനമാർഗം മുട്ടിപ്പോണവര്, കർത്താവേ അങ്ങ് ഏറ്റെടുക്കണമേ. വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും ഒരു നീക്കിപ്പോക്കില്ലാത്തവരെ, കുടുങ്ങിപ്പോയവരെ, എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിലെ കണ്ണീരോടെ പകച്ചു നിൽക്കുന്നവരെ, കർത്താവേ കാരുണ്യം ചൊരിയണമേ. എല്ലാം പുതുതായി തുടങ്ങാൻ പ്രത്യാശയുടെ ദൈവകരുണ ആഞ്ഞു വീശട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമക്കളെ, അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ, ഓപ്ഷൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും കോൾ ഫോർ ചെയ്യാതെ വരുന്നവർ, ഇപ്പം കിട്ടിയിരിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ പ്രതീക്ഷിത സബ്ജക്റ്റ് കിട്ടാതെ ജീവിതം അകപ്പാടെ വിഷമിക്കുന്നതിലോ വിചാരിക്കുന്നവർ, വിദ്യാർത്ഥികൾ, ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടോ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാത്തവരും പുറത്തുള്ളവരെ എല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർക്കണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും, വേദന അനുഭവിക്കുന്നവരെ, രോഗപീഡിതരെ, കർത്താവെ വിദ്യാഭ്യാസ മേഖലകളിൽ ആരും സഹായമില്ലാത്തവരെ എല്ലാവരും കർത്താവെ ഞങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം യോജിക്കുന്ന രീതിയിലുള്ള ദൈവത്തിൻ്റെ കൃപ, ഭൗതിക സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപാ പെരുന്നതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപാ പെരുന്നതിയെ, അനുദിനം നിൻ പദംഗതിയെ, അടിയറുതിൻ കൃപമതിയെ, അനുദിനം നിൻ പദംഗതിയെ, അടിയറുതിൻ കൃപമതിയെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. എന്തെങ്കിലും അച്ഛൻ നിങ്ങളുടെ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ അനുസ്മരിക്കാൻ വിട്ടുപോയെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴത് ഓർക്കുക. തീർച്ചയായിട്ടും ഈ മണ്ണിൽ നിന്ന് ഇറങ്ങണ മുമ്പ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എന്തെങ്കിലും അച്ഛൻ നിങ്ങളുടെ വിഷയങ്ങൾ വിട്ടുപോയിട്ടാണെങ്കിൽ തോന്നിയിരുന്നെങ്കിൽ എൻ്റെ കാര്യം അച്ഛൻ പ്രാർത്ഥനയിൽ പറഞ്ഞില്ലല്ല എന്ന് ആർക്കെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഇപ്പോഴത് ഓർക്കുക. അമ്മാവനുമായിട്ട് കൈകൾ കൂപ്പിയൊന്ന് ഓർക്കണം.
നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. നേർച്ച വസ്തുക്കൾ തിരി, തേന്, ഉപ്പ്, പത്രം എല്ലാം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം പത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഈശോ ചെയ്യുന്ന വലിയ സൗഖ്യങ്ങൾ നിങ്ങൾ ജനമധ്യത്തിൽ പ്രഘോഷിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 15:16 അനുസരിച്ചാണ്. എന്താ? നിങ്ങൾ ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷമാണ് നമ്മൾ കൈമാറുന്നതിനാണ് ഈ പത്രം വിതരണം ചെയ്യണത്. പത്രം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളെപ്പോലെ വേദനയിരിക്കുന്നവരെ കർത്താവിൽ ആശ്വാസം പ്രാപിക്കും. നിങ്ങളെപ്പോലെ വേദനയിരിക്കുന്നവരെ ഹെബ്രായർ 12:1 അനുസരിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹമുള്ളത് കൊണ്ട് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നീക്കിക്കളയാം. അപ്പോൾ അവർ ഒറ്റക്കല്ല, ഒരു സമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അവരെ ആശ്വസിപ്പിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പത്രം അതുകൊണ്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ചില ആൾക്കാർക്ക് പത്രം കഴിക്കുക, നിർഭാഗ്യമൊന്നും ഞാൻ പറയണില്ല, ഇവിടെ പറയാത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരിൽ കൃപാസനം പൊതുജന സമക്ഷത്തിലെ ആക്ഷേപങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ അച്ഛൻ പറയാത്തതൊന്നും മക്കൾ ചെയ്യരുത്. നേർച്ച വസ്തുക്കളുടെ കാര്യങ്ങൾ പത്രം ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ബൈബിളിലുള്ള വിഷയങ്ങളാണ് അതെല്ലാം പൗരോഹിത്യ വിധിപ്രകാരം ആശ്രയിച്ച് നൽകുന്നതുകൊണ്ടാണ് ഉടമ്പടി തൈലത്തിനും. ബാക്കിയുള്ളത് നിങ്ങളും അമ്മയും തമ്മിലുള്ള വിഷയമാണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും കൃപാസനം ഒഫീഷ്യലായിട്ട് നൽകുന്ന നേർച്ച വസ്തുക്കളാണ് ഉപ്പ്, ഉടമ്പടി ഓയില്, വെഞ്ചരിച്ച ഉടമ്പടി ഓയില്, കാശുരൂപം. അതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി പൗരോഹിത്യ വിധിപ്രകാരം വെഞ്ചരിച്ച് നൽകുന്നതാണ്. അതാണ് അതിനൊക്കെ അത്രയും ഫലം വരണത്. തന്നെയല്ല, അമ്മ പ്രത്യക്ഷപ്പെട്ട ആ വലിയ വിഷയം സഭ ഏറ്റെടുത്ത് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ വരുന്നത്. സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ, ഒരു പ്രത്യേക രീതിയിലാണ് ദൈവ ഇടപെടൽ ഉണ്ടാവുന്നത്. രോഗശാന്തിയും മാത്രമല്ല, പിന്നെ മദ്യപാനം മാറുക, അങ്ങനെയുള്ള വിഷയങ്ങളെക്കാൾ ഉപരി ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയുമാണ്. അതിനേക്കാൾ ഉപരി വിശുദ്ധ ജീവിതം. എത്ര പേരാണ് വിശുദ്ധ ജീവിതം നയിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന് നന്മ ചെയ്തുകൊണ്ട് ആരെയും പാപം ചെയ്യാതെ ജീവിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്നതാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. കാര്യം ഉടമ്പടി ഒരു ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഉടമ്പടി മാതാവിൻ്റെ പ്രാർത്ഥന എന്നാണ്. മാതാവിൻ്റെ നൊവേനയൊക്കെ ഉണ്ട്, അതുപോലെയൊന്നുമല്ല ഇത് മാതാവിൻ്റെ പ്രാർത്ഥനയല്ല. മാതാവിൻ്റെ മധ്യസ്ഥയാണ്. KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാരക്കൽ പിതാവാണ് ഉടമ്പടി പുസ്തകം അവസാനമായി പരിശോധിച്ചത്. ഞാൻ എൻ്റെ രൂപതാധ്യക്ഷന് കൈമാറി, വലിയ പിതാവ് കൊച്ചുപിതാവിന് കൈമാറി, കൊച്ചുപിതാവുമായിട്ട് ഈ ഉടമ്പടി പുസ്തകം 2.5 മണിക്കൂർ ഡിസ്കഷൻ ചെയ്ത് പിതാവ് അതിൻ്റെ ആവശ്യമായ കറക്ഷൻസൊക്കെ തരുന്നതിന് ശേഷമാണ് ഞാൻ KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാന് പുസ്തകം കൈമാറിയത്. അദ്ദേഹം ഇത് പഠിച്ചിട്ട് 6 പേജുള്ള നോട്ട് എഴുതി തന്നിട്ടുണ്ട്, ഒപ്പിട്ടിട്ട്. KCBC തിയോളജിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഉടമ്പടി ഒരു ദൈവ കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. ഉടമ്പടി ഒരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. ഉടമ്പടി ഒരു പരിശുദ്ധാത്മാ കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് അതിനെ അമ്മ മധ്യസ്ഥമാണ് വഹിക്കുന്നത്. അപ്പോഴേ ഇതെല്ലാം സഭയുടെ ഒരു കാലത്ത് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയായിട്ടൊക്കെ ഇത് വരും. കാര്യം ഇപ്പോൾ KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ പോലും ചെയർമാൻ പോലും ഇത്രയും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു പഠനരേഖ തന്നില്ലേ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അമ്മ അതിശക്തമായ രീതിയിൽ ഇതിൻ്റെ പിന്നിലുള്ള വെളിപാടുകളിലെല്ലാം, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് ആ പ്രാർത്ഥന നടത്താം. ഇപ്പോൾ ചിലർ പറയും കൃപാസനം
ഏത് ആരുടെ ധ്യാന കേന്ദ്രമാണെന്ന്, അച്ഛൻ്റെ സ്വന്തം ധ്യാന കേന്ദ്രമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വരത്തില്ലേ? അപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ മറുപടി പറയേണ്ട കാര്യമാണല്ലോ. ഞാനിതൊന്നും മറുപടി വേണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ അറിയേണ്ട കാര്യങ്ങൾ പൊതുജനം അറിയണം. അതായത് 2008 ആലപ്പുഴ രൂപത ഡിഗ്രി പുറപ്പെടുവിച്ചിട്ടുണ്ട് അഭിനന്ദ പിതാവ് പീറ്റർ എം ചെനപ്പറമ്പിൽ. എന്നിട്ട് എന്നെ ഡയറക്ടറായിട്ട് നിയമിച്ചുകൊണ്ട് ഫോർ ദി ഫാദർ ജോസഫ് വലിയവിട്ട് വിൽ കണ്ടിന്യൂ ആസ് ദ ഡയറക്ടർ ഓഫ് കൃപാസനം ഫോർ ദി എഫിഷ്യൻറ്റ് റണ്ണിങ് എന്ന് പറഞ്ഞ് പിതാവിൻ്റെ ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രിയാണ് ഫോളോ ചെയ്താണ്. ആ ഡിഗ്രി പ്രകാരം സ്ഥാപിച്ച രൂപതാ സ്ഥാപനമാണ് കൃപാസനം. ഇതൊരു സ്വകാര്യ പ്രസ്ഥാനമൊന്നുമല്ല, സഭയുടെ ഔദ്യോഗിക പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് മെത്രാന്മാർ വരുന്നതും. പരിശുദ്ധ കഴിഞ്ഞ തന്നെ മാസം 2 പിതാക്കന്മാർ ആലപ്പുഴ രൂപതയുടെ സീനിയർ വലിയ പിതാവും കൊച്ചു പിതാവും വന്ന് കുർബാന അർപ്പിച്ചില്ലേ. അപ്പോൾ നമ്മളെ കാര്യങ്ങളറിയാതെ അകലെ നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അസത്യമായ കാര്യങ്ങൾ ഒത്തിരിയേറെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. കാര്യം ഇവിടെ നടക്കുന്ന ജീവൽ സാക്ഷ്യങ്ങൾ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ചെയ്യണതാണ്. ചിലർ ചോദിക്കുക നിങ്ങൾ മതം മാറ്റാനാണെന്ന്. ഇന്നലെ ഞാനതിന് മറുപടി പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ ആരെയാണ് ഞാൻ ജ്ഞാനസ്ഥാനപ്പെടുത്തിയത്? ഒരു മനുഷ്യനെ ജ്ഞാനസ്ഥാനപ്പെടുത്തിയിട്ടില്ല. കൃപാസനം ആൾക്കാരെ ജ്ഞാനസ്ഥാനപ്പെടുത്താനുള്ളതല്ല. ഇനി നിങ്ങൾ നിർബന്ധപൂർവം 10-15 കൊല്ലം എനിക്ക് യേശുവിനെക്കുറിച്ച് എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് യേശുവിൽ നിത്യജീവൻ വേണം എന്ന് കർക്കശമായിട്ട് സഭയോട് പറഞ്ഞാൽ സഭ ഇപ്പോഴത്തെ ഭരണഘടന അനുവദിക്കുന്ന അനുബന്ധ രേഖകളെല്ലാം കളക്ട് ചെയ്തിട്ട് വ്യക്തിയെക്കുറിച്ച് ആവശ്യമായ പഠനങ്ങൾ നടത്തി വർഷങ്ങൾ വ്യക്തിയെ പഠിപ്പിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ പൊതുവായിട്ട് ആരുടെ സമ്മർദ്ദം കൂടാതെയാണ് അവൻ്റെ സ്വന്തമായ അല്ലെങ്കിൽ അവളുടെ സ്വന്തമായ അറിവോടുകൂടിയാണെങ്കിൽ പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാവുന്നതാണ്. അത് എല്ലായിടത്തും നടക്കുന്ന ഭരണഘടനാവിധമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനൊന്നുമല്ല കൃപാസനം സ്ഥാപിച്ചിരിക്കുന്നത്. കൃപാസനം സ്ഥാപിച്ചിരിക്കുന്നത് ആ ഈ 38-ാമത്തെ പേജിലുണ്ട്. അതിനെക്കുറിച്ച് ആരും ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല, അത് വെച്ച് മുതലെടുക്കേണ്ട കാര്യമില്ല. 38-ാമത്തെ പേജിൽ ഹാൻഡ് ബുക്കിൽ കിടക്കുന്നുണ്ട്. എന്താണ്? നോട്ട് ഫോർ ആരെയും ബാപ്റ്റിസം ചെയ്യാനോ ആരെയും മതം മാറ്റാനോ അല്ല ഉടമ്പടി പ്രാർത്ഥനയെന്ന് 38-ാമത്തെ പേജിലുണ്ട്. എന്താ കാര്യം? ഇതങ്ങനെ ഒരു പ്രസ്ഥാനമല്ല. ഇത് തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു നോട്ട് തന്നിരുന്നു. നാളെ കാലങ്ങളിൽ ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ഹാൻഡ് ബുക്ക് ഉടമ്പടി പ്രാർത്ഥന തുടങ്ങി ആ ആഴ്ചയിൽ തന്നെ എഴുതി വെച്ച വാക്കാണത്. എന്താ കാര്യം അങ്ങനെ എഴുതി വെക്കാൻ കാരണം? ദൈവം തോന്നിപ്പിച്ചതാണ്. കേട്ടോ, ഇപ്പം നമ്മൾ മനസ്സ് പോലും അറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കണില്ലേ ആൾക്കാരെ? ഇതിൻ്റെ കണക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷം തന്നെ ഇത് മുഴുവനായിട്ട് തന്നെ കണക്ക് കാര്യങ്ങൾ രൂപതയെ രേഖാമൂലം ഏൽപ്പിച്ചിട്ട് കനലിലും അനുസരിച്ച് കൊണ്ട് ഇതിൻ്റെ രൂപതാവിഹിതം ഇതിൻ്റെ കണക്ക് കാര്യങ്ങൾ പിതാവ് ശ്രദ്ധിക്കണമെന്നും രൂപതാവിഹിതം സ്വീകരിക്കണമെന്നും എല്ലാം ഞാൻ കൈകൊണ്ട് എഴുതി. അതെല്ലാം ഈ ദൈവം എനിക്ക് നൽകിയിട്ടുള്ള എന്നെ സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. അപ്പോൾ സഭയോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടായാലും അച്ഛനും സമ്പത്തുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ നിങ്ങളുടെ ആരോടും കാശ് ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. എൻ്റെ കൗൺസിലിംഗ് എല്ലാം പബ്ലിക്കാണ്. ആരെയും മുറി കയറ്റത്തില്ല. നിങ്ങൾ കണ്ടില്ലേ? ആരും കയറി വരാൻ പറ്റത്തില്ല. എല്ലാം പബ്ലിക്, ജനങ്ങളുടെ മുമ്പിൽ നിന്നാണ് ചെയ്യണത്. എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളറിയാൻ പാടില്ലാത്തവർ കുറേ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ്. അച്ഛൻ പറയേണ്ട അച്ഛൻ തന്നെ പറയണമല്ലോ. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പെട്രോൾ അടിക്കാൻ പോലും കാശ് എടുക്കത്തില്ല, ചോദിക്കത്തില്ല. ചോദിച്ചാൽ വാങ്ങിച്ചാൽ തിരിച്ച് കൊടുക്കും. എപ്പോഴായാലും കിട്ടുമ്പോഴാണ്. പ്രഭാഷണത്തിൻ്റെ സാമ്പത്തിക മേഖലയും അച്ഛനുമായിട്ട് ബന്ധമില്ല. പബ്ലിക്കായിട്ട് പറയണത് അച്ഛനാണ് പറയണമെന്ന് ഓർക്കണം. കൃപാസനത്തിൻ്റെ സാമ്പത്തിക മേഖലയും അച്ഛനുമായിട്ട് യാതൊരു ബന്ധമില്ല. അതിന് സെക്രട്ടറി ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, അവരെന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വികസനത്തിനും പ്രവർത്തനത്തിനും വേണ്ടി അത് സ്ഥലങ്ങൾ വാങ്ങിക്കണം. നമുക്കിപ്പോൾ തന്നെ അവസ്ഥ ഇതല്ലേ. അപ്പോൾ ഇവിടുന്ന് മരിയന്തേനം മാറ്റാൻ പോകുകയാണ് സ്ഥലമില്ലാത്ത കാരണം. ഈ മാസത്തെ അപ്പോൾ ജൂലൈ മാസം വരെ മരിയന്തേനം വേറെ ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. കാര്യം അന്ന് ഇതര സംസ്ഥാനങ്ങളിലെ കൂട്ടായ്മയും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളെ കൂട്ടായ്മ ഹോസ്പിറ്റൽ മിഷൻ എന്തെല്ലാം കൂട്ടായ്മയാണ് ഒരുമിച്ച് വരണത്. അതിനിടയ്ക്ക് മരിയൻ തപസ് നടത്താൻ പറ്റണില്ല, അശ്രദ്ധയാണ്. തപസ്സിന് വരാം. അപ്പോൾ അതുകൊണ്ട് തപസ്സിൻ്റെ ആളെ കുറച്ചിട്ട് വേറൊരു ധ്യാനകേന്ദ്രം എടുത്ത് അങ്ങോട്ട് മാറ്റുകയാണ്. സ്ഥലമില്ല. നമുക്ക് സ്ഥലം വേണ്ടി വരും. നിങ്ങൾ സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിറച്ചോസി എടുത്ത് പിടിച്ച്
വിശ്വാസപ്രമാണം ചെയ്യുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, സർവശക്തനായ പിതാവാം ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. Lord Jesus Christ, pour out His Spirit. With the fire of finger, soak with the precious blood. I cast disease and would cast it from you. By God the Father Almighty, who made heaven and earth in the country. Let the devices of divisive things, Satan's attacks and machinations, be dispelled unto far from you. Let me bless Him, bringing health in body and peace and harmony in the family. And with the authority of the Catholic Church, with the power of Jesus Christ, with the merits of Holy Priesthood, I bless and hallow these legs. നിറച്ച ഉയർത്തി പിടിച്ചുകൊണ്ട് വീണ്ടും ദിവ്യകൃപാന ആശീർവാദം സ്വീകരിക്കുക. ബാക്കി അറിയിപ്പുകൾ ബ്രദർ പറയുന്നതായിരിക്കും. നിങ്ങൾ 2 ധ്യാനമാണ്, ഒരു ധ്യാനമാണ് ഇവിടെ വന്ന് കൂടേണ്ടത്. തിങ്കൾ ചൊവ്വയാണ് നമുക്ക് ഉടമ്പടി ഉപവാസ ധ്യാനമുള്ളത്, ഉടമ്പടി എടുത്തവർക്ക് വേണ്ടിയുള്ള. മറ്റു ദിവസങ്ങളിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അത്രയും ദിവസങ്ങളിൽ പുതുതായിട്ട് ഉടമ്പടി ചെയ്യാനുള്ളവർക്ക് ഉടമ്പടി ചെയ്യാനുള്ള അവസരവും അതുപോലെ തന്നെ ഉടമ്പടി പുതുക്കാനുള്ള അവസരവുമാണ്. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ 6 ധ്യാനമാണ് ഒരു മാസം കൂടേണ്ടത്. അത് ഒരു ധ്യാനം മാത്രം ഇവിടെ വന്ന് കൂടിയാൽ മതി. ഇപ്പോൾ നൊവേനയ്ക്ക് നിങ്ങൾ കൂടിയാൽ തന്നെയും ആഴ്ച പോകണ്ടേ ഇല്ലേ? 9 പ്രാവശ്യം അടുപ്പിച്ച് ആഴ്ച പോകണ്ടേ? ഇത് ഉടമ്പടിക്ക് മാസത്തിൽ 1 പ്രാവശ്യം, ഒരു പ്രാവശ്യം മാത്രം വന്നാൽ മതി. 3 പ്രാവശ്യം പോലും ഇവിടെ വരണ്ട. മാസത്തിൽ 1 പ്രാവശ്യം മാത്രം ഇവിടെ വന്നാൽ മതി. അങ്ങനെ 3 പ്രാവശ്യം വന്ന് ഉടമ്പടി ധ്യാനം കൂടി കഴിയുമ്പോൾ, കാര്യം നമ്മൾ ഉടമ്പടി ആരാധന നടത്തുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ അനുഗ്രഹം ലഭിക്കണത്, വചനം കേൾക്കുകയും. അതിനാണ് നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വരുന്ന ധ്യാനം കൂടുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ ഷാലോം ടി വിയിലും മറ്റു ടി വികളിലുമാണ് ഉടമ്പടി ധ്യാനം കൂടേണ്ടത്. 4 ധ്യാനം യൂട്യൂബിൽ കൂടണം. അത് വീട്ടിലിരുന്ന് എല്ലാ പണിയും കഴിയുമ്പോൾ സമയം കിട്ടുമ്പോൾ കൂടിയാൽ മതി. അത്രയും ആൾക്കാരുടെ മേൽ ഭാരമില്ല. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പത്രം നോക്കിയിട്ട് ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നേരത്തെ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ ഉണ്ടായിരിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ സമയമത്രയും